തലസ്ഥാനത്ത് ഈ പറഞ്ഞുപോലെ നവകേരള സദസ്സിനായി അതിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഗവർണർക്ക് വലിയ രീതിയിൽ തന്നെ SFI പ്രവർത്തകരുടെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ടുള്ള ഗവർണറുടെ സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. പിന്നീട് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എങ്ങനെയാണ് പോലീസ് സേനയെ വിന്യസിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ തലസ്ഥാനത്ത് അതൊരു വലിയ പ്രതിസന്ധി ആകില്ലേ? പക്ഷേ തലസ്ഥാനത്തെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം തലവേദനയോട് തലവേദനയാണ്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഈ വിവിധയിടങ്ങളിൽ പരിപാടി നടക്കാനിരിക്കുന്നു. തലസ്ഥാനത്തേക്ക് ഇന്ന് നവകേരള സദസ്സ് എത്തുകയാണ്. സ്വാഭാവികമായും നവകേരള സദസ്സിൻ്റെ സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. അവിടെ പ്രതിഷേധമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കടന്നു വരുന്ന വഴികളിൽ എല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ യുവമോർച്ച ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നലെ ഇപ്പോൾ യുവമോർച്ചയും കൂടി ഇറങ്ങുന്നു. യുവമോർച്ചക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും എല്ലാം ഒരുപോലെ പ്രതിരോധിക്കേണ്ട അവസ്ഥയിലാണ് പോലീസ് ഉള്ളത്. സംഘർഷം ഉണ്ടാകാതെ നോക്കണം. അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ ഈ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരൊക്കെ പുറത്തേക്ക് ഇറങ്ങി ഈ പ്രതിഷേധിക്കാൻ വന്നവരെ കൈകാര്യം ചെയ്തതിൽ വലിയ തോതിലുള്ള വിമർശനം ഉയർന്നു. അതിനാൽ തന്നെ യൂണിഫോം ഇട്ട് പുറത്തു നിൽക്കുന്ന പോലീസുകാർ തന്നെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇത്തരം പ്രതിഷേധങ്ങളെ നേരിടുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു. അതോടൊപ്പം ഗതാഗത ക്രമീകരണങ്ങൾ പലയിടങ്ങളിലായി പലപ്പോഴായി ഏർപ്പെടുത്തേണ്ട അവസ്ഥ വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അക്ഷയ് പറഞ്ഞതുപോലെ ഗവർണറുടെ സുരക്ഷ സംബന്ധിച്ച കാര്യമാണ്. ഗവർണർ പുറത്തേക്ക് ഇറങ്ങിയാൽ വലിയൊരു പോലീസ് പട കൂടെ ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ. ഗവർണർക്ക് മേൽ ഗവർണറുടെ വാഹനത്തിന് മുന്നിൽ SFI പ്രവർത്തകർ ചാടി വീണതും അതുമായി ബന്ധപ്പെട്ട കേസുമെല്ലാം നടക്കുകയാണ്. വലിയ തോതിലുള്ള വിമർശനം സുരക്ഷാ ക്രമീകരണത്തിൽ വീഴ്ചയുണ്ടായിരുന്നതടക്കമുള്ള വിമർശനം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നു. അതിനാൽ തന്നെ ഗവർണറുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം കൂടിയുണ്ട്. ഗവർണർ ഇന്നിപ്പോൾ പുറത്തേക്ക് ഇന്നലെ പല്ല് കാണിക്കാനൊക്കെ ആശുപത്രിയിൽ പോയിരുന്നു. അതുപോലെ ഇന്ന് എന്തെല്ലാം തരത്തിലുള്ള പരിപാടികളാണ് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല പോലീസ് എന്ന് പറയുമ്പോൾ പുറത്തിറങ്ങി യൂണിഫോം ഇട്ട് നിൽക്കുന്ന പോലീസുകാരുടെ കാര്യം മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഡ്രോൺ പറത്തിയുള്ള പ്രതിഷേധത്തിനൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന വിവരം ലഭിച്ചിരുന്നു. അങ്ങനെ ഇന്റലിജൻസുകാർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പോലീസിന് വലിയ തലവേദനയാണ്. വലിയ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ ഒരു കാൽ വിഭാഗം, നമ്മുടെ സേനയുടെ ഒരു കാൽ ഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നിലവിൽ ഇപ്പോൾ ശബരിമലയിൽ ഡ്യൂട്ടിയിലാണ്. അതിനിടെ നവകേരള സദസ്സിന് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഗവർണർക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് 564 പോലീസ് സ്റ്റേഷനിലേക്ക് ഈ മാർച്ച് നടക്കുന്നത്. അവിടെയൊക്കെ തന്നെയും പോലീസിന്റെ സേവനം ആവശ്യമായി വരും. അതിന് മാത്രം നമുക്ക് സേനയുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ അമലിലേക്ക്